കാണാൻ പോകുന്നത് ഫിൽറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫിൽറ്റേഴ്സിൻ്റെ യൂസ്? അതായത് നമുക്ക് ചിലപ്പോൾ സ്പെസിഫിക് റോസ് മാത്രം എക്സലിൽ വർക്ക്ഷീറ്റിൽ കണ്ടാൽ മതി എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മറ്റ് റോസിന് അതേസമയം അത് ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഓട്ടോ ഫിൽറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഓരോ സെല്ലിൻ്റെയും ഹെഡറിൽ അപ്പിയർ ചെയ്യുക. അതാണ് നമ്മൾ ഓട്ടോ ഫിൽറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഒരു ABC ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിൽ ഞാനിപ്പോൾ ഫിൽറ്റർ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നതെന്ന് കാണിക്കാം. ഓക്കെ, ഏത് ടാബിൻ്റെ അണ്ടറിലാണ്? ഹോം ടാബിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലേ നേരത്തെ നമ്മൾ സോർട്ട് ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇതാണ്, ഇങ്ങനെ ഒന്നുകിൽ എടുക്കാം. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റ ടാബിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോർട്ട് ആൻഡ് ഫിൽറ്ററിന് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, അതിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതും അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെയും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ, അതായത് ഒരു സെലക്റ്റഡ് സെല്ലിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അതല്ല എങ്കിൽ കളർ അനുസരിച്ച് ഫിൽറ്റർ ചെയ്യാം. അതല്ല എങ്കിൽ ഫോൺ കളർ അനുസരിച്ച്, അതല്ലെങ്കിൽ സെല്ലിൻ്റെ ഐക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്ന് നോക്കാം, ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽ വാല്യൂ എന്താണെന്ന് വരിക നോക്കാം. ഈ ഒരു സെൽ വാല്യൂ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ സെൽ വാല്യൂ ഉള്ളത് ഒറ്റയൊരു റോയിലാണ്. അപ്പോൾ ആ റോ മാത്രം നമുക്ക് ഡിസ്പ്ലേ അവർ തന്നു, ബാക്കി എല്ലാത്തിനെയും ഹൈഡ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് 7, അത് മാത്രം 7th ആദ്യം ഉണ്ടായത്. ഞാനിപ്പോൾ അൺഡു ചെയ്ത് കാണിച്ചു തരാം. 7th ആദ്യം ഉണ്ടായത്. അതേപോലെ തന്നെ 1 of 18 റെക്കോർഡ്സ് ഫൗണ്ട്, ഒരു റെക്കോർഡ് ഒന്ന് മാത്രമേ ഉള്ളൂ. 18 out of 18 റെക്കോർഡ്സിൽ ഒരു ഡാറ്റ മാത്രമേ ഈ ഒരു വാല്യൂ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ്, ഇങ്ങനെ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിപ്പോൾ വേണ്ട എങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഫിൽറ്ററിൽ തന്നെ പോയിട്ട് ക്ലിയർ ഫിൽറ്റർ ഫ്രം മന്ത്ലി സാലറി എന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദിസ് കാൺ ബി അപ്ലൈഡ് ടു ദ സെലക്റ്റഡ് റേഞ്ച്, സെലക്ട് എ സിംഗിൾ സെൽ ഇൻ ദ റേഞ്ച്. അതായത് എന്തുകൊണ്ടാണ് ആ മെസ്സേജ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെല്ല് പോലും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ഡാറ്റയുടെ ഉള്ളിലുള്ള ഒരു സെല്ലും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ ഹെഡേഴ്സിൽ വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഓട്ടോ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഹെഡേഴ്സിൽ അപ്പോൾ തന്നെ ഫിൽറ്റർ വന്നിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കാം. ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് A to Z, Z to A, സോർട്ട് ബൈ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം, അതായത് ബൈ ഡിഫോൾട്ട് എല്ലാം ടിക്കിലാണ് ഉള്ളത് അല്ലേ. ഇതൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക, അൺസെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ മാർക്കറ്റിംഗ് മാത്രമാണ് എനിക്കിവിടെ വേണ്ടു എങ്കിൽ മാർക്കറ്റിംഗ് മാത്രം ടിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ കറസ്പോണ്ടിങ് റോസ് കംപ്ലീറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ബ്രൂസ് ഇവരുടെയൊക്കെ ഈ ഒരു സെൽ വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? റോൻ്റെ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം 6 of 18 റെക്കോർഡ്സ് ഫൗണ്ട്. മാർക്കറ്റിങ്ങിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്? 6 റെക്കോർഡ്സ് ആണ്. എത്ര ടോട്ടൽ ഉണ്ട്? 18. അതിൽ 6 എണ്ണം നമുക്കിവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സോർട്ടിങ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ എനിക്കിപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എന്താ പറയുക മെയിൽസിനെ മാത്രം മതി എന്ന് വിചാരിക്കുക. എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. അത് ജെൻഡറിൽ പോയിട്ട് ഇതൊന്ന് അൺടിക്ക് ചെയ്ത് കൊടുത്തു. ദെൻ എന്ത് ചെയ്യുക, മെയിൽസിനെ മാത്രം സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക, ഓക്കെ അടിക്കുക. ദെൻ എനിക്കിവിടെ അവരെ മാത്രം ആണ് ഡിസ്പ്ലേ ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് വേണ്ട എങ്കിൽ നമുക്ക് ജസ്റ്റ് പോയിട്ട് ക്ലിയർ കൊടുക്കുക. ഇവിടെ തന്നെ ഉണ്ട് ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ക്ലിയർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഫിൽറ്റേഴ്സ് എല്ലാം ക്ലിയർ ആവും. നമുക്ക് പഴയ ഒരു ഫോമാറ്റിലേക്ക് തന്നെ ഇത് എത്തുന്നതായിരിക്കും. ഓക്കെ, ഞാൻ കുറച്ച് ഹയർ ഡേറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതിന് മുൻപേ നമുക്കൊന്ന് ജസ്റ്റ് ഫിൽറ്ററിനെ പറ്റിയിട്ട് തന്നെ നോക്കാം. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ
പോയിട്ട് ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് ഒന്ന് കാണിച്ചു തരാണ്. ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് നോക്കാം നമുക്ക്. ഈക്വൽസ്, ഡസ് നോട്ട് ഈക്വൽ, ബിഗിൻ വിത്ത്, എൻഡ്സ് വിത്ത്, കണ്ടെയ്ൻസ്, അതുപോലെ തന്നെ ഡസ് നോട്ട് കണ്ടെയ്ൻ, കസ്റ്റം ഫിൽറ്റർ. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ്. ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഫ് എന്നിടാണ്, പോട്ടെ, ഓക്കെ, എം എന്നിടാണ്, എമ്മിൽ തുടങ്ങുന്ന എല്ലാം. ഓക്കെ അടിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് മാത്രം വരും. ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്പേഴ്സ് അല്ലേ, മന്ത്ലി സാലറീൻ്റെ നമ്പേഴ്സിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽറ്റേഴ്സ് എടുക്കുകയാണ്. അതിൽ വരിക നമ്പർ ഫിൽറ്റേഴ്സാണ്. ടെക്സ്റ്റിൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് ആയിരിക്കും, നമ്പേഴ്സിൻ്റെ കയ്യിൽ നമ്പർ ഫിൽറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റിനെ ഇതിൽ നല്ല യൂസ്ഫുള്ളാണ്, നമ്പർ ഫിൽറ്റേഴ്സിൽ നല്ല യൂസ്ഫുള്ളാണ് നമുക്കിത്. അതായത് ഈക്വൽസ്, ഡസ് നോട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. അതായത് എനിക്കിപ്പോൾ വേണ്ടത് ഗ്രേറ്റർ ദാൻ എന്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുകയാണ് ഞാൻ, ഒരു 5000-നേക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കണം സാലറീസ്. ദെൻ അടുത്ത ഓപ്ഷനിൽ ലെസ് ദാൻ കൊടുക്കാം. ലെസ് ദാൻ എന്തായിരിക്കണം, ഒരു 8000 ഇട്ടെ, 8000. അപ്പോൾ 5000-ൻ്റെയും 8000-ൻ്റെ ഇടയിലുള്ള സാലറീസാണ് എനിക്ക് വേണ്ടത്. അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, എബവ് 5000 ഉണ്ട്, അതുപോലെ തന്നെ 8000-ൽ കൂടുതൽ വേറൊന്നും ഇല്ലതാനും. അപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്പർ ഫിൽറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ടെക്സ്റ്റ് ഫിൽറ്റർ വേണമെങ്കിൽ ചെയ്യാം, അതല്ല നമ്പർ ഫിൽറ്റർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദെൻ ഇനി നമുക്ക് വീണ്ടും വരാം ഇതിലേക്ക്. എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ഫിൽറ്റേഴ്സിനെ കൊണ്ട് പറയാം. അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എഗെയിൻ ഞാൻ ഫിൽറ്റർ എടുക്കുകയാണ്. കണ്ടോ, ഡേറ്റ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഈക്വൽസ്, ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ, ടുമോറോ, ഏത് ഫിൽറ്റർ വേണമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം. നെക്സ്റ്റ് വീക്ക്, ദിസ് വീക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഏത് ഡേറ്റിന് വേണമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം. അതേപോലെ തന്നെ ഇയർ ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്ററും നമ്മൾ മുന്നേ പഠിച്ചതല്ലേ, ഇയർ ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്ററും അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ ഏത് ഫിൽറ്ററാണോ, അതായത് 5/18/2001 ശേഷമുള്ള ആഫ്റ്റർ ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഡേറ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഡേറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫിൽറ്ററിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇനി ടെക്സ്റ്റ് ഫിൽറ്റേഴ്സിൽ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഞാനിവിടെ നെയിമിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഫിൽറ്റർ എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് CE എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആലീസ്, ബ്രൂസ്, ഗ്രേസ്, ഇവർക്ക് 3 പേർക്കുമാണ് CE എന്ന് പറയുന്ന ലെറ്റർ ഉള്ളത്. അപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ 3 പേരുടെയും ഡീറ്റെയിൽസ് മാത്രം ഡിസ്പ്ലേ ആവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് അവിടെ സെർച്ചിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ എന്താണ് ബാക്കിയുള്ളത്, നമുക്ക് ഫിൽറ്റർ ബൈ കളർ ഉണ്ടല്ലേ, അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓരോ കോളത്തിൽ ഓരോ സെല്ലിൽ ഞാൻ ഓരോ കളർ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് സെൽസ് സെലക്ട് ചെയ്തു. അവിടെ പോയിട്ട് ഈ ഒരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സെൽസ് വേറെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കൊരു ബ്ലൂ കളറും കൊടുത്തു. ഇനി ഞാൻ ഇവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റേഴ്സ് എടുക്കുകയാണ്. ഇവിടെ കണ്ടോ ഫിൽറ്റർ ബൈ കളർ. അപ്പോൾ ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളറുള്ള റോസ് മാത്രം ഇവിടെ വരും. മനസ്സിലായില്ല? അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ യെല്ലോ കളറും ഫിൽറ്റർ ബൈ കളർ എടുത്തിട്ട് യെല്ലോ കളറും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യെല്ലോ കളറുള്ളത് മാത്രം വരും. ഇങ്ങനെയാണ് ഈ കളർ ഫിൽറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് ഞാനിവിടെ ഫിൽറ്റർ യൂസ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു സംഭവത്തിനെ അപ്പുറത്തേക്ക് കോപ്പി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എവിടെയാണോ എൻ്റെ ഡാറ്റ ഉള്ളത് ഞാൻ അവിടെ കൺട്രോൾ A പ്രസ് ചെയ്തു, അതായത് സെലക്ട് ഓൾ ചെയ്തു, കൺട്രോൾ C എടുത്തു, അതായത് കോപ്പി ചെയ്തു. ഞാൻ പുതിയൊരു ഷീറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഇത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കൺട്രോൾ V എടുത്ത് പേസ്റ്റ് ചെയ്തു. കണ്ടോ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ
നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതൊന്നും അതായത് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് 1-ൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാസൊക്കെ തന്നെയും ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പുറത്തെ ഷീറ്റിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ യൂഷ്വലി കോപ്പി ചെയ്യുന്നത് അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫിൽറ്റേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഫിൽറ്ററിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+Shift+L അതുകൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്റേഴ്സ് വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇതാണ് ഫിൽറ്റേഴ്സിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്.